ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ഇരുലോകത്തും വിജയിക്കാൻ അള്ളാഹു നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന, മാനസികവും ശാരീരികവുമായി പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ രോഗികളായി ആശുപത്രികളിലും വീടുകളിലുമുള്ള എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു മുഴുവൻ മനുഷ്യരാശിയെയും പ്രത്യേകിച്ച് മുസ്ലിമുകളെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ അള്ളാഹു നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു നൽകുന്ന നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദിയുള്ളവരാവുക എന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് നന്ദിയുമായിട്ടാണ്, ശുക്റുമായിട്ടാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ, സന്തോഷങ്ങൾ, സമ്പത്ത്, അഭിവൃദ്ധികൾ, ആഹാരങ്ങൾ, കുടുംബജീവിതങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായിട്ട് അള്ളാഹു എണ്ണിയിട്ടുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടുകൂടി നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നന്ദികേട് വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഭാഗത്തുനിന്ന് ശുക്ർ, നന്ദിയുണ്ടെങ്കിൽ അള്ളാഹു അത് നിലനിർത്തി തരും, അത് അഭിവൃദ്ധിപ്പെടുത്തി തരും. നമ്മുടെ തലമുറകളിൽ അള്ളാഹു അത് അവശേഷിപ്പിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു സംഭവം വിവരിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, വൈദ തഅസ്സന റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പ്രഖ്യാപിച്ചതാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം. ലഇൻ ശക്കർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും. വലയിൻ കഫറത്തും, എന്നാൽ നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, നിശ്ചയം എന്റെ ശിക്ഷ വളരെ കഠിനമായതാണ്. വഖാല മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയുണ്ടായി, ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർളി ജമീഅ, നിങ്ങളും ഭൂമുഖത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചാലും അള്ളാഹുവിന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്, അള്ളാഹു ധന്യനാണ്, അള്ളാഹു സുത്യർഹനാണ്. നമ്മൾ നന്ദി ചെയ്താൽ അതിന്റെ പ്രയോജനവും നേട്ടവും നമുക്ക് തന്നെയാണ്. അള്ളാഹു നൽകുന്ന ഓരോ നിഅമത്തുകൾക്കും, ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ കടമപ്പെട്ടവരാണ്. അള്ളാഹു മനുഷ്യരെന്നുള്ള നിലക്ക് മറ്റുള്ളവർക്ക് നൽകിയതിനേക്കാളും വലിയ മഹത്വവും ആദരവും സ്ഥാനവും നമുക്ക് നൽകിയിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം വാഹനത്തിലൂടെ അവരെ യാത്ര ചെയ്യിപ്പിക്കുകയാണ്. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്, പരിശുദ്ധമായത് നാം അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. നമ്മൾ പരിശുദ്ധമായതാണ് കഴിക്കുന്നത്. നമ്മൾ കഴിച്ചതിന്റെ അവശിഷ്ടങ്ങളാണ് മറ്റുള്ള ജീവജാലങ്ങളും മൃഗങ്ങളൊക്കെ കഴിക്കുന്നത്. അതിലേറ്റവും നല്ല ഭാഗം മനുഷ്യനാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്. അത് നമ്മുടെ കഴിവുകൊണ്ട് സംഭവിക്കുന്നതല്ല, അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചത്, അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചത്. ഒരു ഭക്ഷണത്തിന്റെ ഏറ്റവും നല്ല ഭാഗം മനുഷ്യൻ കഴിക്കുകയാണ്. പിന്നെ അതിന്റെ എല്ലും അവശിഷ്ടങ്ങളും വേസ്റ്റുകളും ഒക്കെ മറ്റ് ജീവികളാണ് കഴിക്കുന്നത്. ഇങ്ങനെ വറസഖ്നാഹു മിനത് ത്വയ്യിബാത് വഫദ്ദൽനാഹു അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, നാം സൃഷ്ടിച്ച ഒട്ടുമിക്ക സൃഷ്ടികളെക്കാൾ ഏറ്റവും വലിയൊരു മഹത്വം, ഒരു ആദരവ്, ഒരു ശ്രേഷ്ഠത നാം മനുഷ്യന് നൽകുകയുണ്ടായി. എന്തിനാണ് അള്ളാഹു ഈ അനുഗ്രഹങ്ങളും ഈ മഹത്വങ്ങളും ഒക്കെ നമുക്ക് നൽകിയത്? അതിന്റെ പിന്നിൽ അള്ളാഹു നമ്മളിൽ നിന്നും ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിനെ ഓർമ്മിക്കണം, അവന് ശുക്ർ ചെയ്യണം. ഇത് അവന്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, അള്ളാഹു നിങ്ങളെ പുറപ്പെടുവിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത്, അള്ളാഹു നിങ്ങളെ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ വജഅല ലക്കുമുസ് സമഅ, അള്ളാഹു നിങ്ങൾക്ക് കേൾവി ശക്തി തന്നു, വൽ അബ്സാറ, കാഴ്ച ശക്തി തന്നു, വൽ അഫ്ഇദ, ചിന്താശക്തി തന്നു. എന്തിനാണ് ഇതൊക്കെ തന്നത്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നൽകിയിരിക്കുന്നത് അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിൽ നമ്മുടെ നന്ദികേട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഖുർആനിൽ അള്ളാഹു വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. ഫകഫറത് ബിഅൻഉമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവർ നന്ദികേട് കാണിച്ചപ്പോൾ അവർക്ക് നാം ഭയത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും വസ്ത്രം ധരിപ്പിക്കുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. ദാരിദ്ര്യമില്ലാത്ത സന്തോഷകരമായ ജീവിതം, ഭയമില്ലാത്ത നിർഭയത്വമുള്ള അന്തരീക്ഷം, ഇത് രണ്ടും അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ്. പക്ഷെ മനുഷ്യന്റെ നന്ദികേട് വർദ്ധിക്കുമ്പോഴാണ് ഇതിലൊക്കെ തകരാറ് വരിക. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിനെ പറയും, ഏതെങ്കിലും ഒരു രാജ്യത്തിനെ പറയും, പക്ഷെ അള്ളാഹു പറയുന്നത് മനുഷ്യന്റെ നന്ദികേടാണ് ഇതിന്റെ ഒക്കെ അടിസ്ഥാനപരമായ കാരണം. ളറബല്ലാഹു മസലൻ ഖറയതൻ കാനത് ആമിനതൻ മുത്മഇന്നതൻ യഅതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാനിൻ ഫകഫറത് ബിഅൻഉമില്ലാ ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. ഒരു നാടിനെ അല്ലാഹു ഉദാഹരണമായി പറയുകയാണ്. ആ നാട് നല്ല രീതിയിൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭാഗത്തും വന്നുകൊണ്ടിരിക്കുന്ന നാടാണ്. പക്ഷെ അവരുടെ നന്ദികേട് വർദ്ധിച്ചു. അപ്പൊ അള്ളാഹു അവരെ ഭയത്തിന്റെ വസ്ത്രം ധരിപ്പിക്കുകയാണ്. അള്ളാഹു അവരെ വിശപ്പിന്റെ വസ്ത്രം ധരിപ്പിക്കുകയാണ്. അവർ പ്രവർത്തിച്ചതിന്റെ പേരിലാണ്. സത്യത്തില് ഇന്ന് നിരീക്ഷകന്മാർ പറയുന്നത് ഈ ഒരു പ്രതിസന്ധിയിലൂടെ, ഈ ഒരു യുദ്ധത്തിലൂടെ ഏറ്റവും കൂടുതൽ ഇത് രണ്ടും വരാൻ പോകുന്നത് കേരളത്തിനാണ് എന്നാണ്. ഗൾഫ് രാജ്യങ്ങളുടെ പ്രയാസങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ ഈ യുദ്ധം സത്യത്തിൽ നടക്കുന്നത് കേരളത്തോടാണ് എന്ന് നിരീക്ഷകന്മാർ വിലയിരുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു നാട് അത് എത്ര നല്ല നാടാണ്, അവിടെ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് വിഭവങ്ങൾ വരികയാണ്, നല്ല സമാധാനമുള്ള അന്തരീക്ഷം, നല്ല വിഭവങ്ങൾ. പക്ഷെ ഫകഫറത് ബിഅൻഉമില്ല, അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു. ഈ നാട് ഏതാണെന്നുള്ള വ്യക്തമാക്കുന്നില്ല. ഈ നാട് എന്ന് പറഞ്ഞാൽ അന്ന് അള്ളാഹു പറയുമ്പോൾ മക്കയെ കുറിച്ചാണെങ്കിൽ ഉലമാക്കൾ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോരുത്തർക്കും ഓരോ നാട്ടുകാർക്കും ഈ ആയത്തിൽ ദൃഷ്ടാന്തമുണ്ട്. ചിലപ്പോൾ അത് എന്റെ നാടാകാം, എന്റെ രാജ്യമാകാം. അങ്ങനെ മാറി മാറി അള്ളാഹു അത് സംഭവിപ്പിക്കും. ആ നാട്ടുകാരുടെ നന്ദികേടിന്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുക. ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ. അവർക്ക് ദാരിദ്ര്യത്തിന്റെ വിശപ്പിന്റെ വസ്ത്രം നാം ധരിപ്പിക്കുന്നത് അവരുടെ നന്ദികേടാണ് അതിന് കാരണം, അവർ പ്രവർത്തിച്ച തിന്മയാണ് അതിന് കാരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിനോട് പശ്ചാത്തപിക്കേണ്ടതാണ്. നമ്മൾ അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടതാണ്. അള്ളാഹു രണ്ട് രീതിയിലും നമുക്ക് ദുനിയാവിൽ അവസ്ഥകൾ നൽകും. ഒന്ന് ഖൈറിന്റെ അവസ്ഥകളാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, ആരോഗ്യം, നല്ല സന്തോഷകരമായ സാഹചര്യങ്ങൾ, നല്ല വാഹനങ്ങൾ, നല്ല വീട്, ഇതിനൊക്കെ അല്ലാഹു ഖൈർ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. അള്ളാഹു പറയുന്നത് ഇങ്ങനെ ഖൈറിലൂടെ അല്ലാഹു പരീക്ഷിക്കും, പിന്നെ ഷർറിലൂടെ പരീക്ഷിക്കും. ഷർറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷർറ്, യുദ്ധം, രോഗങ്ങൾ, മറ്റു തരം ദാരിദ്ര്യങ്ങൾ, പട്ടിണി, പ്രയാസങ്ങൾ, കടങ്ങൾ, ഇത് രണ്ടും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. വനബുലൂക്കും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഓരോ മനുഷ്യനും ഈ ലോകത്ത് നിന്ന് മരണം അനുഭവിക്കുക തന്നെ ചെയ്യും, മരണം രുചിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാം നിങ്ങളെ പരീക്ഷിക്കും ഷർറിലൂടെ പരീക്ഷിക്കും, രോഗങ്ങളിലൂടെ, ദാരിദ്ര്യങ്ങളിലൂടെ, അതുപോലെ തന്നെ ഭയങ്ങളിലൂടെ ഈ പരീക്ഷണം ഉണ്ടാവും നമുക്ക് ദുനിയാവിൽ. അള്ളാഹു പറയുകയാണ് വൽ ഖൈർ, ഖൈറും ഉണ്ടാകും. ഈ ലോകത്ത് ഒരാൾക്ക് എപ്പോഴും ഷർറായിരിക്കൂല. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അള്ളാഹു ചെയ്ത ആയിരക്കണക്കിന് എണ്ണിയാൽ തീരാത്ത നിഅമത്തുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റും. അള്ളാഹു പറയാണ്, ഇങ്ങനെ ഓരോ മനുഷ്യനും നാം ഖൈറും ഷർറും നൽകും. ആ ഖൈറുകൾക്ക് ആ മനുഷ്യൻ അത് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹ്ക്ക് നന്ദി ചെയ്യുമ്പോഴാണ് അതിന് അള്ളാഹു അഭിവൃദ്ധി നൽകുക. അതല്ലാതെ എപ്പോഴും ഖൈറായിരിക്കൂല, എപ്പോഴും ഷർറായിരിക്കൂല. മറിച്ച് ഇത് മാറി മാറി വരുന്ന മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്, അവസ്ഥകളാണ്. വഇലൈനാ തുർജഊൻ, നമ്മളിലേക്കാണ് നിങ്ങളൊക്കെ മടക്കപ്പെടുന്നത് എന്നെപ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വേണം. അള്ളാഹു വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, അവസ്ഥകൾ, നമുക്ക് വരാൻ പോകുന്നത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറിയൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ഗുണങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആൻ വിവരിക്കുമ്പോൾ അവരുടെ ഒരു പ്രത്യേകതയായി അള്ളാഹു പറയുന്നത് അവരെല്ലാവരും നന്ദിയുള്ളവരായിരുന്നു എന്നാണ്, ശുക്ർ ചെയ്യുന്നവരായിരുന്നു എന്നാണ്, വിലമതിക്കുന്നവരായിരുന്നു. അനുഗ്രഹങ്ങൾ അത് അള്ളാഹു തന്നതാണ് എന്ന് വിലമതിക്കുക,
അതുകൊണ്ടാണ് അവരൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെട്ടത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി, ഇന്നഹു കാന അബ്ദൻ ശകൂറാ, നിശ്ചയം അദ്ദേഹം നന്ദിയുള്ള ഒരു അടിമയായിരുന്നു. അള്ളാഹുവിന്റെ വാക്കാണ്, നമ്മുടെ ഖാലിഖിന്റെ വാക്കാണ്. ഖാലിഖ് ഒരു മഖ്ലൂഖിനെ കുറിച്ച്, ഒരു അബ്ദിനെ കുറിച്ച് പറയുകയാണ്. അള്ളാഹു ഒരു അടിമനെ കുറിച്ച് പറയുകയാണ്, ഇന്നഹു നിശ്ചയമായും അദ്ദേഹം കാന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇങ്ങനെ നമ്മളെ കുറിച്ച് ഒരു മാർക്ക് അള്ളാഹ് ഇട്ടിട്ടുണ്ടാവും, നമ്മൾ ഏത് ലിസ്റ്റിലാണ് ഉള്ളത് എന്ന്. നമ്മൾ നന്ദി കെട്ടവനാണോ? വകാനൽ ഇൻസാനു കഫൂറ എന്ന് അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. മനുഷ്യൻ വലിയ നന്ദി കെട്ടവനാണ്. അള്ളാഹു ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ കുറിച്ചൊക്കെ അള്ളാഹിന്റെ അടുക്കൽ ഇതേപോലെ ഒരു പേരുണ്ട്. ആ പേര് നമ്മുടെ ബഹുമാനപ്പെട്ട നൂഹ് നബിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മളെ കുറിച്ച് അള്ളാഹു പറയണം. അതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കണം. നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്യണം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുണ്ടായി, ഖാല യാ മൂസ ഇന്നി ഇസ്തഫൈതുക അലന്നാസി ബിരിസാലാതി വബികലാമി, എന്റെ സംസാരത്തിലൂടെ, എന്റെ റിസാലത്തിലൂടെ ഞാൻ നിന്നെ ആദരിച്ചു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഫഖുദ് മാ ആതൈതുക, അതുകൊണ്ട് ഞാൻ നിനക്ക് നൽകിയത് നീ മുറുകെ പിടിക്കണം. വകും മിനശ് ശാകിരീൻ, നീ നന്ദിയുള്ളവരിൽ പെടണം. നന്ദി കെട്ടവനാകാൻ നീ പാടില്ല. അള്ളാഹു ഓരോ പ്രവാചകന്മാർക്കും ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അവരോട് പറയുന്നത് എന്താണ്? അള്ളാഹ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? നീ നന്ദിയുള്ളവരിൽ പെടണം, നീ നന്ദി കെട്ടവരിൽ പെടാൻ പാടില്ല. ഓരോ ആളുകളെയും അള്ളാഹ് ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒരു ഉയർന്ന ഗുണമായിരുന്നു എന്ന് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എന്തുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഖലീലാക്കിയത്, ഉറ്റമിത്രമാക്കിയത്, അള്ളാഹ് ഇഷ്ടപ്പെട്ടത്? അള്ളാഹു പറയുന്നുണ്ട്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകുൻ മിനൽ മുശ്രിക്കീൻ ശാകിറൻ ലിഅൻഉമി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൽ മുസ്തഖീം. നിശ്ചയം ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സമൂഹമാണ്, അഥവാ ഒരു സമൂഹം സഹിക്കേണ്ട ത്യാഗം ഒറ്റക്ക് സഹിച്ചു. ഒരു സമൂഹത്തിന് മുഴുവൻ മാതൃകാപരമായ രീതിയിൽ ജീവിച്ചു. അദ്ദേഹം ചൊവ്വായ നിലയിൽ നിലകൊണ്ടു. അള്ളാഹുവിനോട് ഒരു വസ്തുവിനെയും പങ്കുചേർത്തില്ല. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലമായ അവസ്ഥയിലും അള്ളാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കുചേർക്കുന്നവരിൽ പെട്ടവനായിരുന്നില്ല. വലം യകുൻ മിനൽ മുശ്രിക്കീൻ. പിന്നെ അള്ളാഹു പറയാണ്, ഷാക്കിറൻ ലിഅൻഉമി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അള്ളാഹു അവന്റെ അടിമയെ കുറിച്ച് പറയുകയാണ്, ഇജ്തബാഹു, അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. വഹദാഹു ഇലാ സിറാത്തിൽ മുസ്തഖീം, നേരായ വഴിയിൽ അദ്ദേഹത്തെ അള്ളാഹു വഴി നടത്തി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്തൊരു പ്രത്യേകതയാണ് ഭാഷാപരമായ കഴിവ്. ഏത് വിഭാഗത്തിന്റെ ഭാഷയും സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് പഠിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് മൃഗങ്ങളുടെ, പക്ഷികളുടെ, ഉറുമ്പിന്റെ സംസാരം പോലും. ഉറുമ്പ് സംസാരിക്കുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടപ്പം സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിച്ചു എന്നുള്ള പറയാണ്. ഫതബസ്സമ ളാഹികൻ മിൻ ഖൗലിഹാ, എന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, വഖാല റബ്ബി ഔസിഅനി അൻ നശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. ഈ ഒരു കാര്യം, അഥവാ ഉറുമ്പിന്റെ സംസാരം ഗ്രഹിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് മനുഷ്യർക്കില്ല. പക്ഷെ സുലൈമാൻ നബിക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ സുലൈമാൻ നബി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹിനോട് ദുആ ചെയ്യാണ്, റബ്ബേ എനിക്ക് നീ പ്രചോദനം നൽകണം, എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചെയ്ത അനുഗ്രഹം, അൻ ഔസിഅനി അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, നിന്റെ കരുണ കൊണ്ട് നിന്റെ സജ്ജനങ്ങളിൽ എന്നെ നീ പെടുത്തണം. എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചെയ്ത നിഅമത്ത്, അതിന് നന്ദി ചെയ്യാൻ എനിക്കൊരു മാനസികമായ കരുത്ത് നീ നൽകണം, അതിനൊരു പ്രചോദനം ഉണ്ടാകണം. നമ്മളൊക്കെ കിട്ടിയെടുത്തോളം നന്ദികേടല്ലേ കാണിക്കുന്നത്. നോമ്പിന് നമ്മൾ ആ സമയത്ത് പറയാതിരുന്നതാണ്, പ്രകോപനം ഉണ്ടാകണ്ട, വിഷമം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട്. ആളുകൾ നോമ്പ് തുറക്കാൻ വേണ്ടി ആണും പെണ്ണും ഒരുമിച്ച് ബീച്ചിൽ പോയി നിലത്ത് വിരിച്ച് നോമ്പ് തുറക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ നോമ്പില് നിസ്കാരം ഉണ്ടാകുക? ആ ഫർദ് നിസ്കാരം എങ്ങനെയാണ് മഗ്‌രിബ് നിസ്കരിക്കുക? സ്ത്രീകളും പുരുഷന്മാരും എന്തെല്ലാം അഴിഞ്ഞാട്ടങ്ങള്, തിന്മകള്, അവസ്ഥകൾ ഉണ്ടാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ പ്രത്യാഘാതങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ലോകം മുഴുവൻ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ നമ്മളുടെ നന്ദികേടിന്റെ ഫലമായിട്ടാണ് വരുന്നത്. നമ്മൾ കാണിക്കുന്ന തിന്മകളുടെ പേരിൽ നമുക്ക് വരുന്നതാണ്, നമ്മൾ ചെയ്യുന്ന ആഭാസങ്ങളുടെ പേരിൽ നമുക്ക് വരുന്നതാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ വരുമ്പോഴാണ് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അത് വരാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അനുഗ്രഹം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവും.
ഇപ്പൊ സ്കൂൾ പൂട്ടിയപ്പോ കുറെ കുട്ടികൾ ചെയ്തതെന്താ, പണ്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും സ്കൂൾ പൂട്ടുന്ന സമയത്ത്, ഇതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. പക്ഷെ ഇന്നലെ വാർത്തയിൽ വന്നത് കുറച്ച് കുട്ടികൾ ആ യൂണിഫോം ഒക്കെ വലിച്ചു കീറിയിട്ടാണ് പോയത്. അത് അവരുടെ നന്ദികേടിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ്. അവരെ അതാണ് കണ്ടത്. അവർക്ക് വസ്ത്രങ്ങൾക്ക് കുറവില്ല, ഭക്ഷണങ്ങൾക്ക് കുറവില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ ചെറുപ്പത്തിൽ അന്ന് വസ്ത്രങ്ങളില്ല, അന്ന് ഭക്ഷണങ്ങളില്ല, അന്ന് ദാരിദ്ര്യത്തിന്റെ കാലഘട്ടമാണ്. അതിലേക്കാണ് വീണ്ടും ലോകം തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ നന്ദികേട് വർദ്ധിക്കും തോറും നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ ഞാൻ പിന്തിരിപ്പിക്കും. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അനിശ്കുർ ലില്ലാഹ് വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. നാം ലുഖ്മാൻ അലൈഹിസ്സലാമിന് തത്വജ്ഞാനം നൽകി. എന്താണ് ലുഖ്മാൻ അലൈഹിസ്സലാമിന് നൽകിയ തത്വജ്ഞാനം? ഞാൻ ലുഖ്മാൻ അലൈഹിസ്സലാമിന് നൽകിയ ഏറ്റവും വലിയ തത്വജ്ഞാനം, നീ എനിക്ക് ശുക്ർ ചെയ്യുക, നീ നന്ദി കാണിക്കുക എന്നാണ്. അനിശ്കുർ ലില്ലാഹ്, നീ അല്ലാഹുവിന് നന്ദി ചെയ്യണം, അള്ളാഹിന് ശുക്ർ ചെയ്യണം. അള്ളാഹ് ചെയ്ത ഓരോ നിഅമത്തുകളെയും വിലമതിക്കണം. വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും വാഹനമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്നതാണ്. ഇതിന് ഞാൻ അള്ളാഹുവിനോട് കടമപ്പെട്ടവനാണ്. ഞാൻ ഇത് നശിപ്പിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കാൻ പാടില്ല എന്നൊരു ബോധം എപ്പോഴും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അള്ളാഹു പറയാണ്, ഒമൻ ശക്കറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി. ആരെങ്കിലും നന്ദി ചെയ്താൽ അതിന്റെ ഗുണം അയാൾക്ക് തന്നെയാണ് ലഭിക്കുക. ഫഇന്നല്ലാഹു ഗനിയ്യുൻ ഹമീദ്. അള്ളാഹു സുബ്ഹാനാണ്, അള്ളാഹ് ധന്യനാണ്. അള്ളാഹ്ക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ പുകഴ്ത്തിപ്പാട്ട് അള്ളാഹ്ക്ക് ആവശ്യമില്ല. നമ്മൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്താൽ അള്ളാഹു നമുക്ക് ഇനിയും വർദ്ധിപ്പിച്ചു തരുമെന്നാണ് പറയുന്നത്. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളെയും അള്ളാഹു ഖുർആനിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. വജഅൽനാ ഫിൽ അർളി റവാസിയൻ തമീദ ബിഹിം. നാം ഭൂമിക്ക് ഉറപ്പിനു വേണ്ടി പർവ്വതങ്ങളെ സ്ഥാപിക്കുകയുണ്ടായി. വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുല. നാം ഭൂമിയിൽ വഴികൾ തുറന്നു. ഭൂമിയിൽ നടന്ന കടലിലും കരയിലുമൊക്കെ വഴികൾ ഉണ്ടാക്കിയവൻ അള്ളാഹുവാണ്. ചെറിയൊരു വഴിയിൽ ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര വലുതായിരിക്കും എന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് എത്രയോ ദൂരെയാണ്. ആ കടലിടുക്കിൽ സംഭവിച്ച ഒരു വഴി തടസ്സത്തിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ അടുക്കളയുടെ ഉള്ളിൽ വരെ എത്രയോ കിലോമീറ്ററുകൾ ഇപ്പുറമുള്ള ഇങ്ങേ അറ്റത്തുള്ള നമ്മളുടെ വീടുകളിൽ പോലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുകയാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ ഓരോ മേഖലകളിലും അതിന്റെ അപകടങ്ങൾ നമ്മൾ രുചിച്ചു വരികയാണ്. അള്ളാഹു പറയാണ്, ഞാൻ ചെയ്ത നിഅമത്താണ്. വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുലൻ ലഅല്ലഹും യഹ്തദൂൻ. വഴി ക്ലിയർ ആണെങ്കിലേ ആൾക്കാർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് കപ്പലുകൾ. കപ്പലുകളിലാണ് ചരക്കുകൾ യാത്ര ചെയ്യുന്നത്. വമിൻ ആയാതിഹിൽ ജവാരി ഫിൽ ബഹരി കൽഅലാം. സമുദ്രങ്ങളിൽ പർവ്വതങ്ങൾ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ കപ്പലുകൾ സമുദ്രത്തിൽ നിശ്ചലമായി നിൽക്കും. നിശ്ചലമായി നിൽക്കുകയാണ് എത്രയോ കപ്പലുകൾ. ഓരോ രാജ്യത്തിന്റെ കപ്പലുകളും നിശ്ചലമായി നിൽക്കുകയാണ്. അള്ളാഹു പറയണം, അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ കപ്പലുകൾ സമുദ്രത്തിൽ നിശ്ചലമായി നിൽക്കും. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. അള്ളാഹ്ക്ക് നന്ദി ചെയ്യുന്ന ആളുകൾക്ക്, ക്ഷമിക്കുന്ന ആളുകൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്, ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കാറ്റിന്റെ ഗതിയനുസരിച്ച് സഞ്ചരിക്കുന്ന കപ്പലുകളായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ആ കാറ്റ് നിർത്തിക്കഴിഞ്ഞാൽ സമുദ്രത്തിൽ കപ്പലുകൾ നിന്നു പോകുമെന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ ഇന്ന് കാറ്റടിക്കുന്നുണ്ട്, യന്ത്രങ്ങളുണ്ട്, പക്ഷെ കപ്പലുകൾ നീങ്ങുന്നില്ല. ഇത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണെന്നാണ് അള്ളാഹു പറയുന്നത്. നിന്റെ നന്ദികേട് കാരണം ഇപ്പൊ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്താല് 2 ദിവസം കൊണ്ട് വീട്ടിലെത്തും. ആ ഗ്യാസ് കൊണ്ടുവരുന്ന ആളെ ഫോൺ നമ്പർ മാത്രം നമ്മൾ കരുതിയാൽ മതി, ഒന്ന് മൊബൈലിൽ ഞെക്കിക്കൊടുത്താൽ മതി. പക്ഷെ നിനക്ക് വേണ്ടി ലോകത്ത് മുഴുവൻ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ നീ അറിയണം. ഏതൊക്കെ വഴികളിലൂടെയാണ് നിന്റെ വീട്ടിലേക്കുള്ള ഗ്യാസ് വരുന്നത്, നിന്റെ വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങൾ വരുന്നത്, അതറിയാൻ വേണ്ടി അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. നീ ഞെക്കുമ്പോൾ വരുന്ന സാധനമല്ല ഇത്. ഇത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ സംവിധാനത്തിലൂടെ ലോകത്ത് അള്ളാഹു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു അവര് ചെയ്യുന്ന തിന്മകളുടെ പേരിൽ ആ കപ്പലുകളിൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കളയാനും അള്ളാഹ്ക്ക് കഴിയും. ഉപയോഗശൂന്യമല്ലാതായി അത് നിർവീര്യമായി പോവുകയാണ്. അള്ളാഹു പലതും മാപ്പാക്കി കൊടുക്കുകയാണ്. വയാഫു അൻ കസീർ. അള്ളാഹ് പലതും വിട്ടുവീഴ്ച ചെയ്യുകയാണ്. എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. വഹുവല്ലദീ സഖറൽ ബഹറ. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നതാണ് നിങ്ങളുടെ കപ്പലുകൾ അതിലൂടെ സഞ്ചരിക്കാൻ.
എന്നാൽ അതിൽ അള്ളാഹു എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഭാഗത്തും അതിന്റെ അപകടങ്ങൾ നമ്മൾ രുചിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങണം, അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അള്ളാഹു ഇടപെട്ട് സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാതെ ഒരു നിലക്കും സമാധാനം ഉണ്ടാവൂല, ഒരു നിലക്കും സന്തോഷം ഉണ്ടാവൂല, ഒരു നിലക്കും ഹൈറുകൾ തിരിച്ചു വരൂല. ഈ ഷർറുകൾ, ഈ വിപത്തുകൾ, ഈ നാശങ്ങൾ വർദ്ധിച്ചു പോകുമെന്നാണ് നിരീക്ഷകന്മാർ പറയുന്നത്. ഈമാനിന്റെ കരുത്തുകൊണ്ട്, ദുആ കൊണ്ട്, അള്ളാഹുവിന്റെ തവക്കലിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അതിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. ഇപ്പോഴും നമ്മൾ നന്നാകാതെ അള്ളാഹുവിലേക്ക് മടങ്ങാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും അള്ളാഹുവിന്റെ പിടുത്തം കഠിനമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തവണ നമസ്കാര മുറിയിലേക്ക് തങ്ങളുടെ വീടിന്റെ മാളികയിൽ തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി കയറി. സുജൂദിൽ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവറുകൾ പറയുകയുണ്ടായി, പ്രവാചകന്റെ റൂഹ് അല്ലാഹു തിരിച്ചു പിടിച്ചോ? എന്താണ് പ്രവാചകൻ എഴുന്നേൽക്കാതെ അത്രത്തോളം കുറെ സമയം സുജൂദിൽ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവസാനം എഴുന്നേറ്റപ്പോൾ നബി തങ്ങളോട് ചോദിക്കുകയുണ്ടായി, എന്താണ് പ്രവാചകരെ തങ്ങൾ ഇത്രയും സമയം, ഞാൻ ഭയപ്പെട്ടു പോയി, തങ്ങൾ റൂഹ് പിടിച്ചോ? അത്രയും നേരം സുജൂദിൽ കിടന്നത്. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹു എനിക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും ശുക്റായിട്ട് ഞാൻ സുജൂദിൽ കിടന്നതാണ്. നമ്മളെ സുജൂദൊക്കെ വളരെ യാന്ത്രികമായിട്ടാണ്, നമ്മളതിൽ എന്താണ് ചൊല്ലുന്നത് പോലും നമുക്കറിയൂല. ഒരു അല്പസമയം കൂടുതൽ അള്ളാഹിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് നമ്മുടെ ഭാരങ്ങൾ നമ്മൾ ഇറക്കി വെക്കണം. അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. അപ്പൊ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഇട്ട് തരും, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് ബർക്കത്തിട്ട് തരും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചെന്ന മാതൃക അതാണ്. ഒരു പ്രാവശ്യം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർ പറയാൻ, നബി തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനെ കാണാൻ ഇടയായി. മാറാ രോഗിയാണ് ആ മനുഷ്യൻ, വലിയ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനാണ്. പ്രവാചകൻ പിന്നീട് ആ ഒരു വിപത്ത് കണ്ടിട്ട് അള്ളാഹു നമ്മളൊക്കെ ആ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ വീടുകയുണ്ടായി. ഇതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവர்கள் പറയുന്നതായി ഹദീസിൽ വരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾ അറിയുന്നത് അത് നൽകപ്പെടാതെ പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടണം, അപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക. അതിനു മുമ്പായി അത് നൽകപ്പെടാത്ത ആളുകളെ നമ്മൾ സന്ദർശിച്ച് അള്ളാഹു എന്നോട് എത്ര വലിയ കരുണയാണ് ചെയ്തത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അള്ളാഹു ചെയ്ത നിഅമത്തുകളെ വിലമതിക്കാൻ കഴിയുക. ഒരാൾ പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു, അദ്ദേഹം എന്തെങ്കിലും തരണേന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ ഒരു കാരക്കയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പ്രവാചകന്റെ വീട്ടിൽ. ആ ഒരു കാരക്ക കൊടുത്തു, അദ്ദേഹം വലിച്ചെറിഞ്ഞു. ഒരു കാരക്ക്. വേറൊരാൾ വന്നു, അദ്ദേഹത്തിന് പ്രവാചകൻ ഒരു കാരക്ക കൊടുത്തു. ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ എനിക്ക് ഒരു കാരക്ക തന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ സന്തോഷിക്കുകയാണ്, ഇതിൽ അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാദിമിനോട് പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയിട്ട് അവര് സദഖ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു വെച്ച ആ 40 സ്വർണ്ണ നാണയം ഈ മനുഷ്യന് കൊടുക്കാൻ വേണ്ടി പറയുക. ആദ്യത്തെ മനുഷ്യന്റെ നന്ദികേട് കണ്ടപ്പോ പ്രവാചകൻ പറഞ്ഞു, നീ നന്ദികേട് പറയരുത്, ഈ ഒരു കാരക്കയുടെ ഉള്ളിൽ എത്രയോ കാരക്കകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അള്ളാഹു തരുന്ന ഒരു റിസ്കിന്റെ ഉള്ളിൽ എത്രയോ ബർക്കത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയില്ല, നമ്മൾ കാണുകയില്ല. അത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ശുക്രിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് കിട്ടിയാലും പരാതി പറയുന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്. ഒന്നിനെയും വിലമതിക്കാൻ കഴിയാത്ത മനസ്ഥിതിയാണ് നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചത്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുമ്പോഴാണ് അള്ളാഹു അത് വർദ്ധിപ്പിച്ചു തരിക എന്നൊരു വലിയ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം പ്രവാചകൻ തന്റെ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര അയച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇവര് സന്തോഷത്തോടെ ഒരു അപകടവും പറ്റാതെ ഇവര് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ നിനക്ക് നീ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ശുക്ർ ചെയ്യും. അവര് താമസിയാതെ വലിയ പ്രയാസമില്ലാതെ മടങ്ങി വന്നു. അപ്പൊ പ്രവാചകൻ അൽഹംദുലില്ലാഹ് ബിനിഅമതിഹി താം, അല്ലാഹുവിന്റെ സമ്പൂർണമായ അനുഗ്രഹത്തിന് ഞാൻ നന്ദി ചെയ്യുകയാണ് എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെ ഓരോ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത് നന്ദി ചെയ്യുന്ന ഹൃദയം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ജീവിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുമെന്നും നമുക്ക് ഐശ്വര്യം നൽകുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ അനുസരണക്കേടുകളും തിന്മകളും വഴികേടുകളും നമ്മളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നഊദു ബില്ലാഹ് പ്രയാസങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതം തിരുത്താനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാനും
അള്ളാഹു നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മനുഷ്യരാശി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തം, ഈ പ്രയാസം, യുദ്ധത്തിന്റെ കെടുതികൾ, അതിന്റെ ദുരന്തങ്ങൾ എല്ലാ നിലക്കും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. രമ്യമായിട്ട് ഇതൊക്കെ അള്ളാഹ് പരിഹരിച്ചു തരുമാറാകട്ടെ. ഖൈറിന്റെ ബർക്കത്തിന്റെ കാലാവധി അള്ളാഹു ഇനിയും നമുക്ക് നീട്ടിത്തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.